ബി.ജെ.പി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിച്ചതിൽ ക്രമക്കേടെന്ന ആരോപണം. 400 കോടി രൂപയുടെ ഫണ്ട് ചെലവഴിച്ചതിൽ ക്രമക്കേടെന്നാണ് ആരോപണം. 3 സ്ഥാനാർത്ഥികൾ ഒഴികെ ആരും കണക്ക് ഹാജരാക്കിയില്ല. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരു വിഭാഗം തയ്യാറെടുക്കുന്ന വിവരങ്ങളുമായി സജേഷ് ചേർന്നുണ്ട്. സജേഷ്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഈ വിധത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെ ഒന്നുകൂടി ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. 3 പേരൊഴികെ, വെറും 3 പേരൊഴികെ ബാക്കി ആരും കണക്ക് ഹാജരാക്കിയില്ല എന്ന് പറയുമ്പോൾ മറ്റു പ്രമുഖർ ആരൊക്കെയാണ്, എങ്ങനെയാണ് കണക്കിന്റെ വിശദാംശങ്ങൾ? സൗമ്യ, തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ ചെങ്ങന്നൂരിൽ ചേർന്നിട്ടുള്ള RSSന്റെ ബൈഠക്ക് ഈ വിഷയം ചർച്ച ചെയ്തു. 4 പേർ മാത്രമാണ് കണക്ക് ഇതുവരെ നൽകിയിട്ടുള്ളത്. ഒ രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ, കെ സുരേന്ദ്രൻ, MT രമേശ്, ഈ 4 പേർ മാത്രമാണ് കണക്ക് നൽകിയിട്ടുള്ളത്. മറ്റ് സ്ഥാനാർത്ഥികൾ ആരും തന്നെ കണക്ക് നൽകിയിട്ടില്ല. ഈ കേന്ദ്രം നൽകിയ തുക, അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നത് നേരത്തെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന ഉമാകാന്തനും സഹസെക്രട്ടറി ആയിരുന്ന സുഭാഷിനുമാണ്. ഈ ഉമാകാന്തൻ്റെ സ്ഥാനം നേരത്തെ ഈ ഫണ്ട് വിഭാഗത്ത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിച്ചതിലെ ക്രമക്കേടിനെ തുടർന്ന് തന്നെയാണ് ഉമാകാന്തന് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. ഈ വിവാദം ഇപ്പോൾ ബി.ജെ.പി. നേതാക്കളിലേക്കും പടരുകയാണ്. മറ്റു നേതാക്കൾ ആരും ഇതുവരെ കണക്ക് നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടു. ഒരു മുതിർന്ന ബി.ജെ.പി. നേതാവുമായി സംസാരിച്ചിരുന്ന് മനസ്സിലാക്കാനായത് കേന്ദ്രം ദേശീയ നേതൃത്വം തന്നെ ഏതാണ്ട് 400 കോടിയോളം രൂപയാണ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥികളോ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്നവരോ തെരഞ്ഞെടുപ്പ് ഏജന്റുമാരോ ഒരു തരത്തിലുള്ള കണക്കും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. വലിയ വിവാദത്തിലേക്കാണ് ബി.ജെ.പിക്ക് അകത്ത് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ പരാതിയുമായി സമീപിക്കാനുള്ള തീരുമാനത്തിലുമാണ്. ഇതുവരെ ഇത്തരം കണക്കുകളൊന്നും വന്നിട്ടില്ല. ദേശീയ നേതൃത്വം പണം നൽകിയിരുന്നത് നിയോജക മണ്ഡലത്തെ ഗ്രേഡ് തിരിച്ചായിരുന്നു. വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന 10 മണ്ഡലങ്ങളിൽ 1 കോടി മുതൽ 5 കോടി രൂപ വരെയാണ് നൽകിയിരുന്നത്. ഒ രാജഗോപാൽ മത്സരിച്ച നേമം, കുമ്മനം മത്സരിച്ച വട്ടിയൂർക്കാവ്, വി മുരളീധരൻ മത്സരിച്ച കഴക്കൂട്ടം, P.K. കൃഷ്ണദാസ് മത്സരിച്ച ചെങ്ങന്നൂർ, MT രമേശിൻ്റെ ആറന്മുള, ശോഭാ സുരേന്ദ്രൻ്റെ പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം 1 കോടി മുതൽ 5 കോടി രൂപ വരെ ദേശീയ നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പിരിച്ചെടുത്ത തുക വേറെയും. എന്നാൽ ഈ കണക്കുകളൊന്നും യാതൊരു തരത്തിലും കൃത്യമായ കണക്കുകൾ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ ഇനിയും വന്നിട്ടില്ല. ഈ കാര്യം ഇന്നലെ ചേർന്ന RSSന്റെ ബൈഠക്ക് ചെങ്ങന്നൂരിൽ ചർച്ച ചെയ്തു. ഒരു വിഭാഗം ബി.ജെ.പിയിലെ നേതാക്കൾ തന്നെ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സൗമ്യ, ഒരുപക്ഷെ സജേഷ്, അതിന്റെ ഒരു നിയമപരമായ പ്രശ്നം കൂടി അങ്ങനെ ഉണ്ടെങ്കിൽ ഉയരുമല്ലോ. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ മാനദണ്ഡങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലായിരിക്കണം. ഈ വിധത്തിൽ കോടികൾ ഒഴുകിയിട്ടുണ്ട് എങ്കിൽ അത് ഈ ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ അതിൽ ഭിന്നസ്വരം ഉയരുന്നു. ആ വിധത്തിൽ കണക്കുകൾ ഹാജരാക്കണമെന്ന ആവശ്യമൊക്കെ ഉയരുമ്പോൾ അതിന്റെ നിയമപരമായ വിഷയം കൂടി. സൗമ്യ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പണത്തിന്റെ കുത്തൊഴുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്ലക്സുകളും ബോർഡുകളും പ്രചരണവും എല്ലാം വലിയ തോതിലായിരുന്നു. എന്നാൽ അതിലൊന്നും കൃത്യമായ കണക്കല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പോയിട്ടുള്ളതെന്നും പോകുന്നതെന്നും നമുക്കറിയാം. ഇത് അനൗദ്യോഗികമായി ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കണക്കിനെ കുറിച്ച് മുതിർന്ന നേതാക്കളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരമാണ്. അത് ഏതാണ്ട് 400 കോടിയോളം രൂപയാണ്. ഈ പണം ചെലവഴിച്ചതിന് പാർട്ടിക്ക് അകത്ത് സൂക്ഷിക്കേണ്ട ചില കണക്കുകളുണ്ട്. ആ കണക്കുകൾ 4 പേരൊഴികെ മറ്റൊരു സ്ഥാനാർത്ഥിയും നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നവരും ഈ കണക്കുകൾ തയ്യാറാക്കി നൽകുന്നതിന് കഴിഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം കഴിഞ്ഞ ദിവസങ്ങളായി ബി.ജെ.പിയിൽ നിലനിൽക്കുന്നു. അക്കാര്യമാണ് ഇന്നലെ RSSന്റെ ചെങ്ങന്നൂരിൽ ചേർന്ന് ബൈഠക്ക് ചർച്ച ചെയ്തത്. കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. മുതിർന്ന നേതാവായിട്ടുള്ള ഒ രാജഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം മംഗളം ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നേതാക്കൾ പണത്തിന് പുറകെ പോകുന്നുവെന്ന പരോക്ഷ വിമർശനം നടത്തിയിരുന്നു. ഈ വിമർശനം പോലും തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുമായി ഉദ്ദേശിച്ചാണ്. 400 കോടിയോളം രൂപ ഏത് വഴിക്ക് പോയെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയിലാണ് ബി.ജെ.പി. നേതൃത്വം ഇപ്പോൾ. സൗമ്യ, സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് സമയത്ത് വിവിധ സ്ഥാനാർത്ഥികൾ ചെലവഴിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിച്ചതിൽ വൻ ക്രമക്കേടെന്ന ആരോപണമാണ്. നേരത്തെ മുതൽക്കേ തന്നെ സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ തന്നെ നിലനിന്നിരുന്നു. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ആരോപണം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ ചെങ്ങന്നൂരിൽ ചേർന്ന ബൈഠക്കിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. 400 കോടി രൂപയുടെ ഫണ്ട് ചെലവഴിച്ചതിൽ 4 പേർ മാത്രമാണ് കണക്കുകൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വിഷയം വീണ്ടും ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് നേതാക്കൾക്കിടയിൽ ഈ ഒരു വിഷയത്തിൽ വലിയ അഭിപ്രായ ഭിന്നത ഉയരുന്നത്.